ഗേസ് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന കോവിലകത്തൊക്കെ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ 5 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, നാട്ടുമാങ്ങ. അപ്പോൾ ഒരു ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. അതിൽ 5 മാങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1.5 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 5 മിനിറ്റോളം കിടന്ന് നല്ലതുപോലെ മാങ്ങ വെന്ത് വന്നതിന് ശേഷം നമുക്കിനി അരപ്പ് തയ്യാറാക്കാനായിട്ട് എടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. ഇതിൽ ജീരകമോ ഇഞ്ചി പച്ചമുളക് ഇങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ചേർക്കാൻ പാടുള്ളതല്ല. അടിപൊളിയായിട്ട് നമുക്ക് പേസ്റ്റാക്കി നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ അതിന് കടുക് പൊട്ടിയതിന് ശേഷം ഒരു ശകലം ഉലുവയും പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതും കൂടെ നല്ലതുപോലെ നമ്മൾ മൂപ്പിച്ചിട്ട് നമുക്കുള്ള മാമ്പഴ പുളിശ്ശേരി, അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടെ കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട, ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത് മാത്രം മതിയാവും ഗൈസ്, അടിപൊളി ടേസ്റ്റിയാണ്.